ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ശരീരത്തിനുള്ളിലെ നീർക്കെട്ട് അലിഞ്ഞു പോകാനായിട്ട് സഹായിക്കുന്ന ഒരു റെമഡിയാണ്. അപ്പോൾ ഉളുക്ക്, ചതവ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഡ്രിങ്കാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ടിപ്സുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് മുരിങ്ങയില തന്നെയാണ്. ഒരു തണ്ട് മുരിങ്ങയില ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുരിങ്ങയില നമ്മൾ നന്നായിട്ട് കഴുകി വേണം എടുക്കാനായിട്ട്. ഇത്രയും ഒരു കഷ്ണം മുരിങ്ങയില ആയാലും മതി കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പെരിഞ്ജീരകമാണ്. അത് നമ്മളിവിടെ 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ശരീരത്തിൽ നീർക്കെട്ട് കാര്യങ്ങളൊക്കെ പോകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണിത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നല്ലെണ്ണയാണ്, എള്ളെണ്ണയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് സെൽ ഡാമേജിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കും. അതേപോലെ തന്നെ അണുക്കളിൽ നിന്ന്, അണുബാധയിൽ നിന്നൊക്കെ സംരക്ഷിച്ച് ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഇത് നല്ലതാണ്. സ്കിന്നിൽ ഉപയോഗിക്കാനും ഹെയറിലും ഉപയോഗിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. നീര്, വേദന പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമ്മുടെ ഈ ഒരു എള്ളെണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസാണ് വേദന കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത്. ഇപ്പോൾ സന്ധിവാതം കുറയ്ക്കാനായിട്ടും കാലുവേദന, മുട്ടുവേദന ഇത്തരം അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നവർക്ക് അതിൽ നിന്നൊരു ആശ്വാസം കിട്ടുവാനായിട്ടും ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. എള്ളെണ്ണ ചൂടാക്കിയിട്ട് വേദനയുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുളിക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ ഒരു പാത്രം അടപ്പത്ത് വെച്ച് 1 സ്പൂൺ എള്ളെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ജീരകം ചൂടായതിന് ശേഷം നമുക്ക് മുരിങ്ങയില കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ഗ്ലാസ് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് ഊർജ്ജം അതേപോലെ തന്നെ ജലാംശവും ഒക്കെ നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് കഞ്ഞിവെള്ളം ഉപയോഗിക്കുക എന്നുള്ളത്. നമ്മുടെ ശരീരത്തെ റിലാക്സ് ചെയ്യിപ്പിക്കാനായിട്ട്, നമ്മുടെ വേദനകൾ, കാര്യങ്ങൾ, പിരിമുറുക്കങ്ങളും സമ്മർദ്ദവും എല്ലാം മാറ്റിക്കളയാനായിട്ട് സഹായിക്കുന്ന ഒന്നാണിത്. ഇത് നമ്മുടെ ഈ നീർക്കെട്ടുള്ളവർക്ക് ഡെയിലി കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. നീർക്കെട്ട് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നവർക്ക് അത് വരാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളൊരല്പം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഉപ്പ് കഴിക്കാമെന്നുള്ളവർക്ക് മാത്രം ഉപ്പ് ചേർക്കുക കേട്ടോ. അപ്പോൾ അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത്, ഉപ്പ് കൂടി പോകരുത്, ലേശം മാത്രം, ടേസ്റ്റിന് മാത്രം ചേർക്കാവുള്ളൂ. അത്രയും നമ്മൾ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത് ഇളം ചൂടോടുകൂടി നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കുകയാണ് അടുത്തായിട്ട് ചെയ്യേണ്ടത്. ഈ വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ നീർക്കെട്ട് മാറാൻ നിങ്ങൾ ചെയ്തിട്ടുള്ള സക്സസ് ആയിട്ടുള്ള ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നീർക്കെട്ട് മാറുന്നവരെ ഡെയിലി തന്നെ കുടിക്കുക. നീർക്കെട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മളിത് കുടിക്കുകയാണെങ്കിൽ വരാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാനീയമാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.